Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. 8 വയസ്സ് കുട്ടിക്ക് ഇടാൻ പറ്റുന്ന മെഷർമെൻറ്റ്സ് ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്തിട്ട് ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മളുടെ നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും പീസ് ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കാരണം ബാക്കിലത്തെ നെക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് 1 ഇഞ്ച് വൈഡായിട്ടും അതുപോലെ തന്നെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബിഗിനേഴ്സാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കോട്ടൺ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്കൊന്നും കൂടി കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ യോക്ക് പാർട്ട് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ബോട്ടം പാർട്ടിലേക്ക് 3 ലെയർ തുണിയാണ് എടുത്തുള്ള നെറ്റും സാറ്റിനും അതുപോലെ തന്നെ ഒരു കോട്ടൺ പീസ് ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ് തുണിയുടെ അത്ര നീളവും വീതിയും തന്നെ നമ്മൾ സാറ്റിനും വേണ്ട, കോട്ടൺ ലൈനിങ്ങിനും വേണ്ട. അതിനേക്കാളും നീളവും വീതിയും 2 ഇഞ്ച് 2 ഇഞ്ച് കുറേശ്ശെ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഉടുപ്പ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. ഫ്രണ്ടിലത്തെ മെയിൻ തുണിയും ലൈനിങ്ങും വെച്ചിട്ട് നെക്കും ആം ഹോളും അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ കട്ട്സ് ഇട്ടിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് നല്ല ഭാഗത്ത് കൂടെ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ നിൽക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെയും നെക്കും ആം ഹോളും ഒന്ന് അടിച്ചിട്ട് അത് മറിക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് മെയിൻ പീസിൻ്റെയും ലൈനിങ്ങിൻ്റെയും നടുവിലേക്കായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നല്ലതുപോലെ മനസ്സിലാവും. അങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ തയ്ച്ചതായ ഭാഗങ്ങൾ ഒന്നും തന്നെ പുറമേക്ക് കാണാതെ എല്ലാതും അകത്ത് പോയി നല്ല ഭംഗിയിൽ റെഡിമെയ്ഡ് ഫ്രോക്ക് എടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ആം ഹോളിൻ്റെയും സ്റ്റിച്ചിങ് അതേ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്കിലേക്കുള്ള ഓപ്പണിംഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ബോട്ടം പീസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നെറ്റിൻ്റെ ഏറ്റവും താഴെ നമ്മളൊരു ലേസ് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിൽസ് ഇടുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനെ നൂല് വലിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രിൽസ് നല്ല ഭംഗിയിൽ കിട്ടും. ഇത് അങ്ങനെയാണ് ഇവിടെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഫ്രിൽസ് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പീസിലേക്ക് ഏറ്റവും അടിയിൽ നമ്മുടെ ലൈനിങ് പീസ് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് നമ്മളുടെ നെറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് സാറ്റിൻ ഇട്ട് കൊടുക്കുക. നെറ്റ് ഓൾറെഡി നമ്മൾ ഫ്രിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാറ്റിനിലും അടിയിലത്തെ ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തയ്ച്ച ഭാഗങ്ങളൊന്നും തന്നെ കാണില്ല. എല്ലാതും ആ സാറ്റിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ടുണ്ടാവും. നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഡ്രസ്സ് ഇടാനായിട്ട് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാറ്റിൻ തുണി നെറ്റൊക്കെ ആണെങ്കിൽ മേത്ത് കുത്തുന്നുണ്ടെന്നൊക്കെ അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഡ്രസ്സ് ഇടാതിരിക്കും. പക്ഷേ ഇങ്ങനെ തയ്ക്കുന്നതെങ്കിൽ അവർക്ക് ഇടാൻ നല്ല സുഖം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലത്തെ ഓപ്പണിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പ്രസ് ബട്ടൺ അല്ലെങ്കിൽ ഹുക്ക് വയ്ക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. സിബല്ല ഇതിന് വെച്ച് കൊടുക്കുന്നത്. അതേ നമ്മൾ അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് താഴേക്ക് നെറ്റും സാറ്റിനും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഫുൾ ഐഡിയ നമ്മുടെ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടും. ഫ്രോക്ക് ഷേപ്പിൽ കിടക്കാനായിട്ട് നമ്മളിവിടെ ബാക്കിലേക്ക് ഒരു റോപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആദ്യം കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്ക് സൈഡിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ്സും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീക്കിൽ ഇതിനേക്കാളും അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. See you in the next video. Bye.